വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സൈനികർ മാത്രമല്ല, രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. യുദ്ധത്തിൽ വിജയിച്ചുവെന്ന് സ്വയം ചിത്രീകരിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രത്തെയും കരസേനാ മേധാവി പരിഹസിച്ചു. I will not have time to explain the 4 quadrants, but the non-kinetic quadrant is something which you can start today. And the next war, which we are looking at, it may happen soon, and we have to prepare accordingly, as already been brought out by Director, that in this we have to fight this battle together. This non-kinetic has to be fought together. So what are the deductions? That as far as whole of nation approach will be there for the next war, it is not the military alone which will be fighting. Let me assure you very clearly in this issue. As far as the grey zone is concerned, it's ever present and this will remain. നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേർന്നുണ്ട്. ജിഷ്ണു, പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നുണ്ട്. സൈനികർ മാത്രമല്ല, രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കുന്നുണ്ടല്ലേ? നിഖിൽ, IIT മദ്രാസിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതായത് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളും നടപടികളും പരിശോധിക്കുന്നത് കൊണ്ടാകാം അത്തരത്തിലൊരു പ്രതികരണം കരസേനാ മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രകോപനം സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇനി ഉണ്ടായാൽ യാതൊരു കാരണവശാലും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ പോലെ പ്രകോപനത്തിന് മാത്രം മറുപടിയല്ല, അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകണം എന്ന സന്ദേശം ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ ഭരണ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വ്യക്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാനുമായി ഉടൻ തന്നെ ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തെ മിലിറ്ററി സംവിധാനം, സൈനികർ മാത്രമല്ല അതിൽ ഒത്തുചേരേണ്ടത്, രാജ്യം ഒരുമിച്ച് നിന്നും ആ യുദ്ധത്തിൽ പോരാടണം, അല്ലെങ്കിൽ രാജ്യം ഒരുമിച്ച് നിൽക്കണം എന്ന പ്രതികരണം കൂടിയും കരസേനാ മേധാവി നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ രാജ്യത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളും വേർതിരിവുകളും ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനിടയിലും നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. രാജ്യം ഒരുമിച്ച് നിൽക്കുമ്പോഴും ചില ആളുകൾ സൈന്യത്തെയും രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് അത് അയൽ രാജ്യത്തിന് പാകിസ്ഥാന് അത്തരം പ്രസ്താവനകൾ ഗുണകരമാവുകയും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പോലും വാദങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന പ്രഖ്യാപനമാണ് കരസേനാ മേധാവി നൽകിയിട്ടുള്ളത്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നീതി നടപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തന്ത്രപരമായിട്ടൊരു നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ സൈന്യം നടത്തിയിട്ടുള്ളത്. അതായത് ഒരു ചെസ് കളിയുടെ മാതൃകയിലാണ് കൃത്യമായിട്ടുള്ള കരുനീക്കങ്ങൾ ഭാരതത്തിന്റെ സൈന്യം നടത്തിയിട്ടുള്ളത്. അതിന് കരുത്തേകിയത് രാജ്യത്തെ ഭരണ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയും ഒപ്പം സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള നടപടിയുമാണ്. സൈന്യത്തിന് തീരുമാനിക്കാൻ സാധിച്ചു ഏത് സമയത്ത് നീക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാൻ സൈന്യത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം സേനയ്ക്ക് നൽകിയ നടപടിയും ഭാരതത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയുമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയിക്കാൻ കാരണമായത്. പക്ഷേ ഇത്തരം ഈ ഒരു സംഘർഷത്തിനൊടുവിൽ സ്വയം വിജയിച്ചു എന്ന തന്ത്രം അത്തരത്തിലൊരു പ്രചാരണം നടത്താനും രാജ്യത്തെ ജനങ്ങളെ അത്തരത്തിൽ ബോധ്യപ്പെടുത്താനും പാകിസ്ഥാൻ വലിയ ശ്രമങ്ങളും പ്രചാരണവും നടത്തിയിരുന്നു. എന്നാൽ അത് ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് എന്താണ് വസ്തുത എന്നുള്ള കാര്യം കൂടി കരസേനാ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അതിർത്തി മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനുമായൊരു പ്രകോപനവും സംഘർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ, അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കിയത്. നിഖിൽ, ശരി ജിഷ്ണു, പാകിസ്ഥാനുമായി അടുത്ത യുദ്ധം സൈന്യം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. സൈനികർ മാത്രമല്ല, രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ, പഹൽഗാം ഭീകരാക്രമണത്തിന് സിന്ദൂറിലൂടെ മറുപടി നൽകിയെന്നും ഈ യുദ്ധത്തിൽ വിജയിച്ചുവെന്ന് സ്വയം ചിത്രീകരിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രത്തെയും കരസേനാ മേധാവി പരിഹസിച്ചു. വിവരം നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.